നമുക്കറിയാം ധോണി ഓസ്ട്രേലിയ പോയിട്ട് അവിടെ 2 കളി അടുപ്പിച്ച് തോറ്റപ്പോൾ പെട്ടെന്ന് ക്യാപ്റ്റൻസി കൊടുത്തിട്ട് പോയതാണ്. സച്ചിനും ദ്രാവിഡും ഒരു പീക്ക് ടൈമിൽ കളിച്ചിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇന്ത്യനെ പോലും അവർ ഇത്രയും പേടിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ. പക്ഷെ കോഹ്ലി ഉള്ളപ്പോൾ ഓസ്ട്രേലിയയിൽ ചെന്നിട്ടാണ് കോഹ്ലിക്ക് ടെസ്റ്റിൽ തന്നെ തൻ്റെ ഇത് ടെക്നിക്സ് മാറ്റാൻ സാധിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി. IPL ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ ഇത്. അതേപോലെ അങ്ങനെ ആയിരുന്നില്ല രവി ശാസ്ത്രിയും കോഹ്ലിയും തമ്മിലുള്ള ബന്ധം. ഒരു പിതാവും മകനും എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് അവർ പോയിരുന്നത്. അല്ല, ഗംഭീർ മോസ്റ്റ്ലി സീനിയർ പ്ലേയേഴ്സിനോട് കുറച്ച് തന്നെയാണ്. ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ടൈമിൽ അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂ ബിറ്റുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള കുറച്ച് വർഷക്കാലത്തേക്ക്. ഹായ് ഓൾ, വെൽക്കം ടു റോട്ടോ ടോക്സ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തരുന്ന വിലയേറിയ അഭിപ്രായങ്ങൾക്ക് ഞാൻ ആദ്യമേ ഒരു നന്ദി പറയാണ്. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പലരും പല കമൻറ്റ് രൂപത്തിൽ നമ്മളോട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുന്നുണ്ട്. കുറച്ചുകൂടി വീഡിയോ മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്, നന്നായി ഒന്നുകൂടി പഠിച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ചെയ്ത നമ്മളെ പോയിന്റുകൾ വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാറ്റിനും നിങ്ങൾക്ക് വലിയൊരു ബിഗ് താങ്ക്സ്. നമ്മളും നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് കോഹ്ലി, രോഹിത് ശർമ്മ ഇവർ രണ്ടുപേരും നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനെ പറ്റിയിട്ടാണ്. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം തുടർന്നും. അപ്പോൾ 500 ലൈക്സാണ് നമ്മളിതിൽ ഒരു ടാർഗറ്റ് നമ്മളിതിൽ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഐ പി എല്ലിൻ്റെ ഒരു ഇത് കാരണം അല്പം ഇതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി കോഹ്ലിയും രോഹിത്തും ടെസ്റ്റ് നിന്ന് റിട്ടയർ ചെയ്ത സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അത് IPL ൻ്റെ ഒരു വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഇടയിലായതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടിയതുകൊണ്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി നമ്മുടെ ഒരു വ്യൂ പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. സെലക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അതിൽ ഗൗതം ഗംഭീറിനും അതിലൊരു പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം ഇതിലൊരു പ്രധാന ഘടകമാണ്. അതായത് ഗംഭീറും കോഹ്ലിയും തമ്മിലുള്ളത് അവരുടെ ബോണ്ടിങ് അത്ര ശരിയല്ല. ബോണ്ട് ശരിയല്ല വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം അവർ IPL ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ ഇത്. അതേപോലെ അങ്ങനെ ആയിരുന്നില്ല രവി ശാസ്ത്രിയും കോഹ്ലിയും തമ്മിലുള്ള ബന്ധം. ഒരു പിതാവും മകനും എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് അവർ പോയിരുന്നത്. അല്ല, ഗംഭീർ മോസ്റ്റ്ലി സീനിയർ പ്ലേയേഴ്സിനോട് കുറച്ച് തന്നെയാണ് സീനിയർ പ്ലേയേഴ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ കോഹ്ലി മാത്രമല്ല, രോഹിത് ശർമ്മയും ടെസ്റ്റിൽ വിരമിക്കണ്ടായി. അപ്പോൾ വേറൊരു കോച്ചാണെങ്കിൽ ഒരുപക്ഷെ ഇവർ വിരമിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഗംഭീർ ആണ് കോച്ചിൻ്റെ സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർക്ക് വിരമിക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ഒരുപക്ഷെ വേറെ ആരെങ്കിലും ആണ് കോച്ചെങ്കിൽ അവർ കുറച്ച് കാലം ടെസ്റ്റ് തുടർന്നേനെ. പിന്നെ വേറൊരു കാര്യം, ഇവർ വിരമിച്ചിട്ട് ഇതിനേക്കാളും ഭയങ്കര ടാലൻ്റുള്ള അല്ലെങ്കിൽ ഈ സെനയിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ടുള്ള റൺസ് കണ്ടെത്താൻ കഴിവുള്ള പ്ലെയേഴ്സ് പുറത്ത് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ 2021-2025 WTC സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ജയ്സ്വാളും അതുപോലെ തന്നെ ഋഷഭ് പന്ത് ഇവരോടൊപ്പം തന്നെ റൺസ് അടിച്ചിട്ടുള്ള ആൾക്കാരാണ് കോഹ്ലിയായാലും രോഹിത് ശർമ്മയായാലും. ഇവരാദ്യം 5-ലുള്ള ആൾക്കാരാണ്. ഈ KL രാഹുലും ഋഷഭ് പന്തൊക്കെ ഇത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. സോ ഇനിയിപ്പോൾ ഇവര് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഈ സ്ഥാനത്തോട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ ആരൊക്കെയാണെങ്കിലും ഓൾറെഡി ടീമിലുള്ള ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന പ്ലെയർക്ക് ഔട്ട്സൈഡ് ഏഷ്യ ആവറേജ് 20-ൽ താഴെയാണ്. ഔട്ട്സൈഡ് ഏഷ്യ 20-ൽ താഴെ ആവറേജ് ഉള്ള ഒരാളാണ് ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് നമ്മുടെ ടീമിലുള്ളത്. അല്ലെങ്കിൽ വിരാട് കോഹ്ലിയുടെ പൊസിഷനിലോട്ട് ഇവർ നോക്കുന്നൊരു പ്ലെയർ. അപ്പോൾ വിരാട് കോഹ്ലി നമ്പർ 4 പൊസിഷനിൽ ഏത് ലെവലിൽ കളിച്ചിരുന്ന പ്ലെയറാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഓൾറെഡി ഔട്ട്സൈഡ് ഏഷ്യയിൽ ശുഭ്മാൻ ഗിൽ ഫ്ലോപ്പാണ്. അപ്പോൾ ഭയങ്കര യങ്സ്റ്റേഴ്സ് പുറത്ത് നിൽക്കുന്നു, അങ്ങനെ അവർക്ക് ചാൻസ് കിട്ടുന്നില്ല. ഇപ്പോൾ T20 പോലത്തെ സിറ്റുവേഷൻ ഒന്നും ടെസ്റ്റിലില്ല. അപ്പോൾ ഈ 36-ാമത്തെ വയസ്സിൽ അതും ഇത്രയും ഫിറ്റ്നസ് ഫ്രീ ആയിട്ടുള്ളൊരു കോഹ്ലി ഇത്രയും ടെസ്റ്റിൽ നമുക്കറിയാം ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അത് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കോഹ്ലി ടെസ്റ്റിൽ നിന്ന് ഇപ്പോൾ തന്നെ വിരമിച്ച് പോകേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു. അതിൽ ഒരു പ്രശ്നമുള്ളത് രോഹിത്തും കോഹ്ലിയും ഒരുമിച്ച് വിരമിച്ചതാണ്. അതിൻ്റെ ഉള്ള 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ രണ്ടുപേരും വിരമിക്കണം. രോഹിത്ത് വിരമിച്ചത് കഴിഞ്ഞ് തുടർന്ന് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കോഹ്ലിയുടെ റിട്ടയർമെൻറ്റ്സ് അനൗൺസ്മെൻറ്റും ഉണ്ടായി. അവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്തിനി വരാൻ പോകുന്നത് ഇംഗ്ലണ്ടിലാണ് ഒരു ടൂർ വരാൻ പോകുന്നത്. അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലില്ല. അല്ല, അവിടെ ഏറ്റവും ബെറ്റർ സ്റ്റാറ്റ്സ് റീസെൻ്റ്ലി ഉള്ള ഒരു പ്ലെയർ രോഹിത് ശർമ്മയാണ്. അതാ പറഞ്ഞത്. അവർക്ക് അതായത് ഇപ്പോഴത്തെ ഇവർ 2 പേര് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീമിനൊന്ന്, അതായത് ഇവിടെ ഇങ്ങനെയൊക്കെ കളികളുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ്റെ കോച്ച് കോഹ്ലിയുടെ വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. കോഹ്ലിയുടെ മാത്രം ഔട്ടാക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുന്നത് കാണുകയാണ്. അവരെ എത്ര പ്ലേയേഴ്സ് ഉണ്ടോ ആ പ്ലേയേഴ്സിനെ വെച്ചിട്ട് കോച്ച് അങ്ങനെ ഒരു പ്ലാന് സെറ്റപ്പ് ചെയ്യണം. അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ പോകുമ്പോൾ നമുക്ക് എന്താണ് അവിടെ
പകരം ആരാണുള്ളത് എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ടല്ലോ. ഓസ്ട്രേലിയ എനിക്ക് തോന്നുന്നു അവരുടെ ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു പീക്ക് ടൈം ഉണ്ടായിരുന്നു. സച്ചിനും ദ്രാവിഡും ഒരു പീക്ക് ടൈമിൽ കളിച്ചിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇന്ത്യനെ പോലും അവർ ഇത്രയും പേടിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ. പക്ഷെ കോഹ്ലി ഉള്ളപ്പോൾ അതും ഓസ്ട്രേലിയയിൽ ചെന്നിട്ടാണ്. ഇന്ത്യയിൽ ഓസ്ട്രേലിയ പേപ്പറിലേ ഇല്ല ഇന്ത്യയിൽ വന്ന് കളിക്കുമ്പോൾ. പക്ഷെ ഓസ്ട്രേലിയ പോയിട്ട് പോലും അവരെ ഡൊമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് വളരെ എന്താണ്. സത്യത്തില് ഓസ്ട്രേലിയക്കാർക്ക് കോഹ്ലിനെ ഇഷ്ടമല്ല, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും അവരെ കാണികളൊക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് കാണാം. പക്ഷെ എന്നാലും അവരുടെ മനസ്സിൽ ആരും അറിയാണ്ട് ഒരു പ്രത്യേക ഒരു താല്പര്യം കോഹ്ലിയോടുണ്ട്. കാരണം പേടി, അതായത് ആ പ്ലെയറിനോട് റെസ്പെക്റ്റും എല്ലാം കൂടിയിട്ടുള്ളൊരു സംഭവം കോഹ്ലിയോട് ഉണ്ടായിരുന്നുള്ളത് സത്യം തന്നെയാണ്. ടെസ്റ്റില് അദ്ദേഹം ഓസ്ട്രേലിയ പോയിട്ടുള്ള ഒരു ഡൊമിനേഷൻ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ ഡൊമിനേറ്റ് ചെയ്യുന്ന രീതി കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ഇപ്പോൾ BGT നോക്കി അറിയാം, നമ്മുടെ യങ്സ്റ്റേഴ്സ് ജയ്സ്വാൾ ആയിക്കോട്ടെ, പന്ത് ആയിക്കോട്ടെ, നിതീഷ് കുമാർ റെഡ്ഡി ആയിക്കോട്ടെ, ഇവർക്കൊന്നും കോഹ്ലി അയാളുടെ പ്രൈമിൽ കാണിച്ചതിന്റെ പകുതി പോലും കാണിക്കാൻ പറ്റില്ല. ഇവരുടെ ഒരു പ്രസൻസ് പോലും ടീമിൽ നിന്ന് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇനിയും വരുന്ന ഇപ്പോൾ ഒരു ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ സായി സുദർശനോ കരുൺ നായരോ അല്ലെങ്കിൽ ആരാണെങ്കിലും എന്ത് ചെയ്യും. ഇപ്പോൾ കോഹ്ലി റോഹിത്തും ഇല്ലാത്തൊരു ടീമിൽ ഈ ഒരു ബോളിങ്ങിനെതിരെ സെനയിൽ ഇപ്പോൾ എസ്പെഷ്യലി സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം സൗത്ത് ആഫ്രിക്കയിലൊന്നും പോയിട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് അത്രയും ടാലൻ്റുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് പോലും പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താവും അവിടെ ചെയ്യാൻ നമുക്കറിയാം. ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ 2 WTCയിലും നമ്മൾ ഫൈനൽ വരെ ഒരെണ്ണം ഫൈനലിലെത്തി, ഒരെണ്ണം ക്ലോസ് ടു ഫൈനലിലെത്തി പോയതാണ്. ഇനി വരാൻ പോകുന്ന WTC സൈക്കിൾ 2025-27 അതിൻ്റെ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ പെർഫോമൻസ് ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്കറിയാം ധോണി ഓസ്ട്രേലിയ പോയിട്ട് അവിടെ 2 കളി അടുപ്പിച്ച് തോറ്റപ്പോൾ പെട്ടെന്ന് ക്യാപ്റ്റൻസി കൊടുത്തിട്ട് പോയതാണ്. പക്ഷെ ആ ഒരു ക്യാപ്റ്റൻസിയുടെ യാതൊരുവിധ പ്രഷറും ഇല്ലാതാണ് പിന്നീട് കുറച്ച് വർഷങ്ങൾ വിരാട് കോഹ്ലിയുടെ അണ്ടറിൽ ഇന്ത്യ പെർഫോം ചെയ്തേക്കണേ. അതിൽ ആസ് എ ബാറ്റർ എന്ന രീതിയിൽ അയാളുടെ ഏറ്റവും പീക്ക് വന്നേക്കുന്നത് ആ ഒരു ക്യാപ്റ്റൻസി പ്രഷറുള്ളപ്പോഴാണ്. അത് പല പ്ലെയേഴ്സിനും പറ്റില്ല. ഗ്രേറ്റ് ക്യാപ്റ്റൻസ് ആയിട്ടുള്ള ഇപ്പോൾ ടെസ്റ്റിൽ ഗ്രേറ്റ് ക്യാപ്റ്റൻസി റെക്കോർഡുള്ള പല പ്ലെയേഴ്സും ഉണ്ട്. മറ്റേ ഗ്രെയിം സ്മിത്ത് ആയാലും അതുപോലെ സ്റ്റീവോ ആയാലും. പക്ഷെ ഇവർക്കൊന്നും ആ റേഞ്ച് ബാറ്റിംഗ് റെക്കോർഡ്സ് ഇല്ല കോഹ്ലിയുടെ ആ ഒരു ക്യാപ്റ്റൻസി എടുത്തുള്ള പീരീഡിലെ പോലെ. കാരണം അത്രയും ഒരു പീക്ക് ബാറ്റിംഗ് റെക്കോർഡായിരുന്നു. ഒരു ടൈമിൽ സച്ചിന്റെ ടെസ്റ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പീക്കാണ്. അത് ദ്രാവിഡിന് പോലും തൊടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു റെക്കോർഡ് പോലും ബ്രേക്ക് ചെയ്യുമെന്ന് ആളുകൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന ആ ഒരു കോഹ്ലി ഉണ്ടായിരുന്നു. 2020 അത്ലറ്റിൽ നടന്നിട്ടുള്ള ഒരു ഡേ നൈറ്റ് ടെസ്റ്റിൽ ഒരു റൺഔട്ട് 70 റൺസിൽ അദ്ദേഹം റൺഔട്ട് ആവാണ്. പക്ഷെ ഒരു ഡൈഹാർഡ് കോഹ്ലി ഫാൻ ഒരിക്കലും ആ റൺഔട്ട് മറക്കാൻ ചാൻസ് ഇല്ല. 60-ന് ആ ഒരു പീക്ക് ടെസ്റ്റ് ആവറേജ് 46 കൂപ്പ് കുത്തുന്നത് പിന്നീടുള്ളൊരു 3-4 വർഷക്കാലം കോഹ്ലി ഫാൻസൊക്കെ ഇങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണുകയാണ്. കാരണം പിന്നീട് അയാളുടെ വീക്ക് പോയിന്റ്സ് ഈ അടുത്തൊരു എക്സിൽ നടന്നിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഗിബ്സ്, ഫോർമർ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ഗിബ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. കോഹ്ലിയേക്കാളും ടെക്നിക്കലി വളരെ മികച്ചൊരു പ്ലെയറാണ് രോഹിത് ശർമ്മ എന്നുള്ള രീതിയിൽ. ഒരുപക്ഷെ സാധാരണ ആൾ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല ടെക്നിക്കലി കോഹ്ലി വീക്കാന്നുള്ള അല്ലെങ്കിൽ രോഹിത് ശർമ്മകൾ താഴെയെന്നുള്ള കാര്യം. പക്ഷെ അദ്ദേഹം അവിടെ ഒരു പോയിന്റ് പറഞ്ഞു, 4th സ്റ്റെമ്പിലും 5th സ്റ്റെമ്പിലും വരുന്ന പന്തുകൾ ഒരിക്കലും രോഹിത് ശർമ്മ ഡിഫെൻഡ് ചെയ്യില്ല എന്നുള്ളത്. കോഹ്ലിയുടെ ഈ ഒരു നമ്മളെല്ലാവരും ഒരു പറയുന്ന കാര്യമാണ്, ഔട്ട് സൈഡ് ഓഫ് സ്റ്റെമ്പ് വരുന്ന ബോളിൽ എഡ്ജായിട്ടാണ് കോഹ്ലി ഔട്ടാവുന്നത്. ലാസ്റ്റ് സീരീസ് ഫുൾ അങ്ങനെ ഔട്ടാവുന്നു. കോഹ്ലിക്ക് ടെസ്റ്റിൽ തന്നെ തൻ്റെ ഇത് ടെക്നിക്സ് മാറ്റാൻ സാധിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു 730 റൺസ് 770 റൺസിന് കാത്തു നിൽക്കാതെ അദ്ദേഹം വിരമിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക തനിക്ക് സ്വയം ഇനി അതിന് മാറാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത കൂടി വന്നുകൊണ്ടാവണം. ഏകദിനത്തിലും T20 അദ്ദേഹം സ്ട്രോങ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഏകദിനത്തിൽ T20 ഒരു വീക്ക് ഫേസ് വന്നായിരുന്നു. നമുക്കറിയാം ബാബർ അസം ഉസ്മാനൊക്കെ പോസ്റ്റൊക്കെ ഇട്ടിട്ട്. പക്ഷെ അവിടെ അദ്ദേഹം തിരിച്ചു വന്നു T20. പിന്നെ IPL ഫോമിൽ വന്നു. ഏകദിന ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി. പക്ഷെ ടെസ്റ്റിൽ അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. അത് അദ്ദേഹത്തിന് കംപ്ലീറ്റ്ലി മനസ്സിലായി. ലാസ്റ്റ് ഓസ്ട്രേലിയയിൽ നടന്ന ടെസ്റ്റ് സീരീസ് BGTയിൽ സാം കോൺസ്റ്റാൻസിനെ അങ്ങോട്ട് കയറി സ്ലെഡ്ജ് ചെയ്യുന്ന ഒരു കോഹ്ലി. സ്ലെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ലെവലിലോട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി തുടങ്ങിയെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ട് കാണും. തനിക്കിനി ഫോർമാറ്റിൽ ഒന്നും ചെയ്യാനില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇപ്പോഴും ടീമിലെ ബാക്കി ആളുകളെക്കാളൊക്കെ ബെറ്ററായിട്ട് കോഹ്ലി കളിക്കാൻ പറ്റും. ഒരു സെഞ്ചുറി അദ്ദേഹം BGTയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിരാട് കോഹ്ലിയുടെ സ്റ്റാൻഡേർഡിൽ ഇനി അദ്ദേഹത്തിന് ടെസ്റ്റിലോട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ആ ഒരു ബോധ്യത്തിലാവണം ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അത് മാത്രല്ല പറഞ്ഞ പോലെ സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു പ്രസൻസും അതിൽ ഘടകമാണ്. ഇനി ഉണ്ടാവോ എന്നുള്ളത്
കാരണം ബി സി സിയുടെ പോസ്റ്റർ ബോയ് ആണ് കോഹ്ലി. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് അവരുടെ പോസ്റ്റർ ബോയ് ആണ്, അവരുടെ മാർക്കറ്റിംഗ് വെപ്പണാണ്, അവരുടെ മാർക്കറ്റിംഗ് വെപ്പണാണ്, അവരുടെ എന്താണ് ബ്രാൻഡാണ് വിരാട് കോഹ്ലി. ആ വിരാട് കോഹ്ലി ടീമിൽ നിന്ന് പോകണമെന്ന് BCCI ഒരിക്കലും ആഗ്രഹിക്കില്ല, അവരുടെ വരുമാന മാർഗമാണ്. പക്ഷെ സെലക്ടേഴ്സ് ടീമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവർ അവരുടെ പ്ലാനിലില്ല. പക്ഷെ വിരമിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ ടീം സെലക്ഷൻ വന്ന് അങ്ങനെ ടീമിൽ നിന്ന് പുറത്താവേണ്ട ഒരു അവസ്ഥ, ഇത്രയും ഒരു ലെജൻഡറി പ്ലെയറിന് വരിക എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേട് തന്നെയാണ്. അപ്പം അതിന് കാത്തു നിൽക്കാതെ തങ്ങളുടെ പ്ലാനിലില്ല അറിഞ്ഞിട്ട് അത് വിരമിച്ചായിരിക്കാം. പക്ഷെ ഒരു റിട്ടയർമെൻറ്റ് സീരീസ് തീർച്ചയായിട്ടും 150% അറിയിച്ചിരുന്നുണ്ട് രണ്ട് പ്ലേയേഴ്സ്. തീർച്ചയായിട്ടും അതിൽ വിരാട് കോഹ്ലി എസ്പെഷ്യലി, കാരണം ഈ ഒരു ഗെയിം ഫോർമാറ്റിനെ റീഡിഫൈൻ ചെയ്തൊരു പ്ലെയറാണ്. താരതമ്യേന നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു മോഡ് ഓഫ് ക്രിക്കറ്റിനെ ഇവിടുത്തെ യൂത്ത് ആയിട്ടുള്ള ഓഡിയൻസിന് ഇടയിലേക്ക് പോലും അത്രയും ഇറങ്ങിച്ചെന്ന് അവരെ TV-ക്ക് മുന്നിലിരുത്തി കളി കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇരുത്തി കളി കാണിച്ചതാണ്. അത് ടെസ്റ്റിൽ ഇപ്പോൾ ജയവും തോൽവിയും സമനിലയും എല്ലാം ആ ഒരു സ്പിരിറ്റോടുകൂടി കാണാനായിട്ട് അയാളുടെ പ്രസൻസ് തന്നെയാണ് കഴിഞ്ഞൊരു 10-15 വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയർ തീർച്ചയായിട്ടും റിട്ടയർമെൻറ്റ് സീരീസ് അറിയിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു മാതിരി ബോളൻഡിൻ്റെ ബോളിൽ ഔട്ടായിട്ട് പോകുന്ന അത് അറിയിച്ചിരുന്നില്ല അദ്ദേഹത്തിനൊരു നാട്ടിൽ ഒരു ഹോം ടെസ്റ്റ് സീരീസിൽ അദ്ദേഹത്തിനൊരു റിട്ടയർമെൻറ്റ് 150% ഡിസർവ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിന് മുകളിൽ ഡിസർവ് ചെയ്യുന്ന ഒരു പ്ലെയറും ഈ ഒരു ജനറേഷനിൽ ഇല്ലാന്ന് തന്നെ പറയാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ, വേൾഡ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ജനറേഷനിൽ ഒരുപക്ഷെ നമുക്കിപ്പോൾ സ്റ്റീവ് സ്മിത്ത് എന്നോ ജോ റൂട്ട് എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഒരു കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഡൊമിനേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പീക്ക് അവരാരും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ അടുത്തുള്ളത് ഇംഗ്ലണ്ടിലോട്ട് ഒരു ഇന്ത്യക്ക് ഒരു ടൂറാണ്. അതിൽ 2 ഫോമാറ്റിലുള്ള കളിയുണ്ട്, ടെസ്റ്റും വരുന്നുണ്ട്, ODIയും വരുന്നുണ്ട്. അപ്പോൾ ആ 2 ഫോമാറ്റിക്കുള്ള ഒരു പ്ലെയറിനെ ആയിരിക്കും അവർ എന്താക്കുക, ക്യാപ്റ്റനാക്കാനുള്ളതല്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ശുഭ്മാൻ ഗില്ലിനല്ലേ അതിനൊരു പ്രോബബിലിറ്റി ഉള്ളത്? ശുഭ്മാൻ ഗില്ലിനേക്കാളും കുറച്ചുകൂടി പ്രോബബിലിറ്റി ഇപ്പോൾ ആളുകൾക്ക് താല്പര്യം ബുംറേനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് കാണാനായിരിക്കും. പക്ഷേ ബുംറ എന്ന് പറയുന്ന നിലവിൽ ODI, T20 അതുപോലെ ടെസ്റ്റ്, ഈ 3 ഫോർമാറ്റിലും കളിക്കുന്ന പ്ലെയറാണ്. ഈ 3 ഫോർമാറ്റിലും കളിക്കുന്ന ഇപ്പോൾ ബാക്കി പ്ലെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 3 ഫോർമാറ്റിലും ബുംറ അല്ലാതെ എല്ലാത്തിലും സുപരിചിതമായിട്ടുള്ള പ്ലെയറെ നമുക്ക് കാണാനില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസിൽ ബുംറയ്ക്ക് ക്യാപ്റ്റൻസി ഇതും കൂടി കൊടുക്കുമ്പോൾ ഓവർ വർക്ക് ലോഡ് ആയിരിക്കും. മാത്രമല്ല ഇപ്പോൾ ഫിസിക്കലിയും ബുംറ കുറച്ച് ടയേർഡാണെന്നുള്ള ഒരു വാർത്തകളും വരും. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗില്ലിനെ ക്യാപ്റ്റൻ ആക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധോണിയേക്കാളും മോശം ആവറേജാണ് ആസ് എ ബാറ്റർ ഗില്ലിന് സെനയിലുള്ളത്. സെനയിൽ 20 താഴെയൊക്കെ ആവറേജ് എന്ന് പറഞ്ഞാൽ വളരെ മോശം ആവറേജാണ്. അതും ഗില്ലിനെ പോലെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനെ സംബന്ധിച്ച്, അതായത് ഏഷ്യക്ക് പുറത്ത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാറ്റ്സ്മാനെ ക്യാപ്റ്റൻ കൂടി ആക്കുക എന്ന് പറയുമ്പോൾ ഓൾറെഡി ബാറ്റിംഗിൽ അത്രയും പ്രഷർ അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് ടീമിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇത് എനിക്ക് തോന്നുന്നൊരു ഇത് പറയുന്നതാണ്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് ക്രിക്കറ്റർ വേണം ഇവിടെ പുറത്ത് പോയിട്ട് കളിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അതിലുള്ളത് അജിൻക്യ രഹാനെയാണുള്ളത്. ഓൾമോസ്റ്റ് ആൾക്ക് ഇപ്പോൾ 36 ഏജ് ആയിട്ടുണ്ടാവും അല്ലേ? അജിൻക്യ രഹാനയ്ക്ക് 36 ഏജ് ആയിട്ടുണ്ട്. അജിൻക്യ രഹാന വരുമ്പോൾ ക്യാപ്റ്റൻസി അല്ലെങ്കിലും ആ ടീമിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ വലിയൊരു ഘടകമായിരിക്കും തോന്നുന്നു. കാരണം രോഹിത്തും കോഹ്ലിയും ഇല്ല. ഒരു അഡ്വൈസ് കൊടുക്കാനാണെങ്കിലും അതെങ്ങനെ കളിക്കണം എന്നുള്ളത് പറയാനാണെങ്കിലും അല്ല, ഈ പുതിയ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗില്ല്, ഇപ്പോൾ നീ പറഞ്ഞ പോലെ ഗില്ലിന് അല്ല, ആ പോയിന്റിനോട് എനിക്ക് ചേർത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തായാലും എല്ലാ ടെസ്റ്റും കണ്ടുവന്നിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരെല്ലാ ഡൗൺ സൈഡ് അല്ലെങ്കിൽ ജയിക്കില്ല എന്നുള്ള പ്രഷറിൽ നിന്ന് അവിടുന്ന് കയറി പോകാനുള്ള എല്ലാ സാധ്യതകളും ഇവർ കണ്ടുപോയവരായിരിക്കും. ആ സമയത്ത് അവിടെ ടീംമേറ്റ്സിന്റെ അടുത്ത് പ്രഷർ ആവണ്ട, കാമാവുക, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ ഒരു എക്സ്പീരിയൻസ് പ്ലെയേഴ്സിന് തന്നെയാണ് കൂടുതലും സാധിക്കുക. അജിൻക്യ രഹാനെ തിരിച്ചു വരുമോ എന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷെ അവിടെ ഇന്ത്യ ഒരു പക്ഷേ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ന്യൂ ടെസ്റ്റ് ടീം അല്ലെങ്കിൽ പുതിയ ടെസ്റ്റ് ടീമിനായിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മളിപ്പോ പറയാറുണ്ട് ബുംറ ഇല്ലെങ്കിൽ പിന്നെ ടെസ്റ്റ് ടീം ജയിക്കുമോ, അതുപോലെ കോഹ്ലി ഇല്ലെങ്കിൽ ഇനി ഒരു പുതിയ ടെസ്റ്റ് ജയിക്കാൻ പറ്റുമോ? അപ്പൊ അതിനൊക്കെ മാറ്റി നിർത്തി ഒരു നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ഇവരെ ഫ്യൂച്ചർ ഇന്ത്യയിലത്തെ ബെസ്റ്റ് ടെസ്റ്റ് ടീമായിട്ട് മാറ്റുക എന്നാണ്. ഇപ്പൊ നമ്മൾ കണ്ടു, ഇപ്പോ T20യിലും ODIയിലും ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് ടെസ്റ്റിലേക്ക് വന്നില്ല? ഇന്ത്യ ടെസ്റ്റിൽ എന്തുകൊണ്ട് ക്വാളിഫൈ തന്നെ ആയില്ല? ആദ്യത്തെ ഓവറിൽ തന്നെ അല്ല വന്നില്ല. അപ്പൊ അവിടെ ഫൈനലിലേക്ക് വന്നത് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും. അപ്പോൾ ഇന്ത്യ ഔട്ടായി. നമ്മൾ ഇങ്ങനെയാണ് കരുതുന്നുണ്ടാകുന്നത്, ഇന്ന ടീം ഔട്ടാവണം, ഇത്രയ്ക്ക് ശ്രീലങ്ക ഇത്ര ടീം പൊട്ടണം എന്നാൽ മാത്രമേ. പക്ഷെ ഇവിടെ ഇന്ത്യ
T20യിലും ടെസ്റ്റിലും ഡോമിനേറ്റ് ചെയ്ത പോലെ, അല്ല T20യിലും ODIയിലും ഡോമിനേറ്റ് ചെയ്തത് പോലെ ടെസ്റ്റിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ആ ഒരു കേസ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഉടച്ചു വാർക്കലാണ് ഇന്ത്യൻ സെലക്ഷൻ ടീം അതുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ടീമിനെ ഇപ്പൊ കയറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ എക്സ്പീരിയൻസ് പ്ലെയർ അല്ല, ഒരു എക്സ്പീരിയൻസ് പ്ലെയർ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ കോഹ്ലിയിൽ അതേപോലെ രോഹിത് ശർമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ആ ഒരു ബാക്കിലോട്ടിൽ ഇറങ്ങാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗാംഗുലി കളിച്ചിരുന്ന ടൈം, അത് കഴിഞ്ഞ് സച്ചിനും സേവാഗ് അവിടെ ഉണ്ടായിരുന്നു. ഗാംഗുലി പോയാലും കൂടി സച്ചിനും സേവാഗ് അവിടെ ഉണ്ടായിരുന്നു. സച്ചിൻ സേവാഗ് പോകുമ്പോഴും ഗൗതം ഗംഭീർ അത് ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ധോണി അവരുടെ ഇവർ കളിക്കുന്ന സമയത്ത് ധോണിയും കളിക്കുന്നുണ്ട്. അത് കളിക്കുന്ന സമയത്ത് ഈ ധോണിയുടെ ഇറയിൽ അല്ലെങ്കിൽ കോഹ്ലിയും അവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ അത് പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിലവിൽ അങ്ങനത്തെ ഒരു ഇതുള്ളത് നിലവിൽ ഇപ്പോൾ KL രാഹുലിനാണ് ചാൻസ് ഉള്ളത്. കാരണം KL രാഹുൽ കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് ടെസ്റ്റ് ടീമിൻ്റെ ഒപ്പം ഉള്ള ഒരാളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെനയിൽ, ഇംഗ്ലണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും ന്യൂസിലാൻഡിലും അതുപോലെ ഓസ്ട്രേലിയയിലും ഒക്കെ സെഞ്ചുറി ഉള്ള ഏക ഓപ്പണർ KL രാഹുലാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ബുംറ അല്ലെങ്കിൽ ഉള്ള ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ KL രാഹുലിൻ്റെ ഒരു ഓപ്ഷൻ വരാവുന്നതാണ്. പക്ഷേ ഇതിൽ വേറെ കേസ് എന്ന് പറഞ്ഞാൽ BCCI എല്ലാ കാലത്തും അവർക്കൊരു പോസ്റ്റർ ബോയ് അല്ലെങ്കിൽ അവരൊരു നെക്സ്റ്റ് ബ്രാൻഡ് ബിഗ് തിങ് അവർക്ക് ആവശ്യമുണ്ട്. 90s തൻ്റെ 20കളിൽ തന്നെ അങ്ങനെ ആയ ആളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെ ലോങ് കരിയറിൽ അത് നിലനിർത്തുകയും ചെയ്തു. പിന്നീട് ഏകദേശം 25 വയസ്സ് കഴിഞ്ഞ് ടീമിലോട്ട് എത്തിയ ധോണി, അദ്ദേഹം ഏകദേശം ഒരു 10 വർഷക്കാലം ആ ഒരു ലേബിൽ കൊണ്ട് ആ ഒരു പൊസിഷനിലുണ്ടായിരുന്നു. പിന്നീട് അത് വിരാട് കോഹ്ലിയുടെ മേത്തേക്കായിരുന്നു. പിന്നീട് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയർ അത് ശുഭ്മാൻ ഗില്ലാണ്. ഏകദിനത്തിലായാലും T20യിൽ ശുഭ്മാൻ ഗില്ല് വരാറുണ്ട്. അതുപോലെ ടെസ്റ്റിലും ഇനിയിപ്പോൾ അവർ ശുഭ്മാൻ ഗില്ലിനെ അങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നോക്കുന്നുണ്ടാവുക. കാരണം ഇവർ മുൻപ് ഇവർ അങ്ങനെ നോക്കിയൊരു പ്ലെയർ എന്ന് പറയുമ്പോൾ പന്തിനായിരുന്നു. പന്തിനെ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന രീതിയിൽ ഉയർത്താൻ അതിനനുസരിച്ച് ഉയരാൻ പറ്റി. അദ്ദേഹം പിന്നെ ടെസ്റ്റിൽ നിന്ന് ഏകദിനത്തിൽ നിന്ന് T20യിൽ നിന്നും ടീമിൽ നിന്ന് പുറത്താവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ ഗില്ലിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഗില്ല് ഇപ്പോൾ ഏകദിനത്തിൽ T20 തുടരുന്നുണ്ട്. ടെസ്റ്റിൽ അദ്ദേഹത്തിന് ക്യാപ്റ്റനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് ഒരു പോസ്റ്റർ ബോയ് ഇമേജ് കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ടാണ്. പക്ഷേ ആസ് എ പ്ലെയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് ബിലോ പാറാണ്. ഇപ്പോൾ ജയ്സ്വാളിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെ വെക്കുന്ന ഇതാണ്. ഞാൻ പക്ഷെ അതാ പറഞ്ഞു, ഇപ്പോൾ ഓസ്ട്രേലിയ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടാവും നമുക്ക് ഇന്ത്യക്ക്. അതിലാകെ കൂടിയിട്ട് എനിക്ക് നമ്മൾ ഡോമിനേറ്റ് ചെയ്തത് ഞാൻ കണ്ടത് ബുംറ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴാണ്. ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ജയിച്ചു. നമ്മൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഈ ഒരു ടീം വെച്ചിട്ട്. പക്ഷെ അവിടെ ബുംറ മാറ്റി തെളിയിച്ചു. ബുംറയുടെ ക്യാപ്റ്റൻസി ഞാൻ കണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിചാരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളി ജയിക്കാൻ പറ്റും. കാരണം അവിടെ ഒരു ബാറ്റിംഗ് സർഫസ് ഉള്ള കളിയാണ്. പക്ഷെ അവിടെ അടിച്ചു എന്ന് തന്നെ പറയാൻ വരെ. സോ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്, ബുംറേനെ മാറ്റുന്നത് എന്തുകൊണ്ട് ഒരു നല്ല തീരുമാനം എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കാം ഇപ്പൊ ഫിസിക്കായിരിക്കും ഇഷ്യൂ, വർക്കലോടാണ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. വർക്കലോട് ഇപ്പൊ ബുംറയ്ക്ക് എത്ര കളി റെസ്റ്റ് കൊടുക്കുന്നു ബുംറയ്ക്ക് നമ്മൾ നോക്കിയാൽ അത് മാത്രല്ല ഇപ്പൊ ഇംഗ്ലണ്ടിൽ വരുന്ന ടെസ്റ്റുകള് 4 ദിവസത്തെ ഗ്യാപ്പിലൊക്കെയാണ് കളിക്കേണ്ടി വരുന്നത്. 4 ദിവസം 2 ദിവസത്തിന്റെ ഉള്ളിലൊക്കെയാണ് ലാസ്റ്റ് 2 മാച്ച് കളിക്കേണ്ടത്. അതൊക്കെ അത്രയും പ്രഷറും അത്രയും വർക്ക് ലോഡും ബുംറയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ BGT നോക്കിയാൽ മനസ്സിലാവും 60 ഓവേഴ്സ് ഒക്കെയാണ് ബുംറ കംപ്ലീറ്റ് ചെയ്യുന്നത്. 60 ഓവറുകളൊക്കെ ഒരാൾ ബുംറ അതിന് ശേഷം പരിക്കായിട്ട് ഇപ്പോൾ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന് അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഫിസിക്കലി അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്യൂ കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കാം ഇപ്പോൾ ക്യാപ്റ്റൻസി കൊടുക്കാൻ. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഇന്ത്യ ജയിക്കോ തോൽക്കോ അല്ലെങ്കിൽ അങ്ങനെ പേടിച്ചോട്ട് പോയിരുന്ന ഒരു സമയത്തിനെ മാറ്റിമറിച്ച് പൊരുതി നോക്കാം എന്നുള്ള ഒരു ഇതിലോട്ട് കൊണ്ടുവന്നത് വിരാട് കോഹ്ലിയുടെ ഒരു ഉള്ള ടൈമിൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഒരു കാലത്ത് ഓസ്ട്രേലിയയിലോട്ടൊക്കെ നമ്മൾ പോകുന്നത് എങ്ങനെങ്കിലും തോക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സമനില എങ്ങനെ പിടിക്കാന്നൊക്കെ ആലോചിച്ചിട്ട് പോയിരുന്ന ഒരു ടീമിനെ മാറ്റിയെടുത്തത്, അവരുടെ തോട്ട് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യിപ്പിച്ചത് വിരാട് കോഹ്ലി തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകം തന്നെയാണ്. ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ടൈമിൽ അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂ ബിറ്റുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള കുറച്ച് വർഷക്കാലത്തേക്ക് ടെസ്റ്റ് റാങ്കിങ്ങിൻ്റെ ടോപ്പിൽ മുകളിൽ ഇന്ത്യനെ കാണാൻ തന്നെയായിരുന്നു. പിന്നീടുള്ള അടുപ്പിച്ച് 3-4 വർഷക്കാലം ടെസ്റ്റ് മെയ്സ് 5 വർഷത്തോളം കാലം ടെസ്റ്റ് മെയ്സ് ഇന്ത്യയുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് എന്താണ് ആസ് എ ക്യാപ്റ്റൻ ടെസ്റ്റിൽ ഇന്ത്യക്ക് ലഭിച്ച എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനാന്നുള്ളത് അത് ഒരു അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരുപാട് കാലം അത് അങ്ങനെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അദ്ദേഹം ശരിക്കും മിസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും.